ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. ഹലോ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന പലർക്കും സാധാരണയായിട്ട് അനുഭവപ്പെടുന്ന വളരെ വേദനാജനകമായ ഒരു പ്രശ്നമാണ്, അതായത് വിണ്ടു കീറുന്ന കാലുകൾ. ഈ പ്രശ്നത്തിന്റെ കാരണങ്ങൾ എന്താണ്, നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നതിനെ കുറിച്ചിട്ടാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് കാല് വിണ്ടു കീറാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരണ്ട ത്വക്കാണ്. വരണ്ട സ്കിന്നുള്ളവർക്ക് കൂടുതലും ക്രാക്ക്ഡ് ഹീൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, എപ്പോഴും കാല് കഴുകുന്നവർ അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കുന്നത്. നമ്മുടെ കാലുകൾ എപ്പോഴും കഴുകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിലുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചെരുപ്പില്ലാണ്ട് നടക്കുന്നത്. അതുപോലെ പിന്നെ അടുത്തൊരു റീസൺ ആയിട്ട് പറയാനുള്ളത്, പൊടിയും മണ്ണും നമുക്ക് ധാരാളമായിട്ട് സ്കിന്നിൽ പുരണ്ടു പോകുന്ന, അല്ലെങ്കിൽ രാസവസ്തുക്കൾ ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഏർപ്പെടുന്നവര്, അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്, പിന്നെ ചില രോഗങ്ങളുണ്ട്, ഡയബറ്റീസ്, എക്സിമ, സോറിയാസിസ് പോലെയുള്ളവ. ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾക്കുണ്ടായാൽ വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വാസലിനും നമ്മളുടെ വെളിച്ചെണ്ണയും ചേർന്ന മിശ്രിതം ക്രാക്ക്ഡ് ഹീൽസിന് വളരെ നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് കാല് കഴുകി ഈ മിശ്രിതം നമ്മൾ പുരട്ടി വെച്ചിട്ട് ഒരു സോക്സ് ധരിച്ച് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പുമിക് സ്റ്റോൺ ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം. ആഴ്ചയിൽ 2 തവണ വെള്ളത്തിൽ മുക്കി മൃദുവായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പരിഹാര മാർഗമാണ്. അതുപോലെ തന്നെ നാരങ്ങ നീരും പഞ്ചസാരയും ചേർന്നിട്ടുള്ള ഒരു സ്ക്രബ് നമ്മുടെ ത്വക്ക് മൃദുവാക്കാനായിട്ടും നമ്മുടെ ഡെഡ് സ്കിൻസ് വളരെ വേഗം നീക്കം ചെയ്യാനായിട്ടും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നീമിൻ്റെ ഇലയും കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുകയോ കുളിക്കുകയോ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്താവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഡെയിലി കെയർ റൊട്ടീൻ എങ്ങനെ വേണമെന്ന് നോക്കാം. ചില ദൈനംദിന ശീലങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ തന്നെ നമ്മുടെ കാലിൻ്റെ ത്വക്ക് നല്ല രീതിയിൽ നല്ല മിനുസമുള്ളതായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. ദിവസത്തിൽ ഒരിക്കൽ തണുത്ത വെള്ളത്തിൽ കാല് കഴുകുക. നന്നായി ഉണങ്ങിയ ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. രാത്രി സോക്സ് ധരിക്കുക. ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി ശ്രദ്ധിക്കേണ്ട ഭക്ഷണശീലങ്ങൾ എന്താണെന്ന് നോക്കാം. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഭക്ഷണം വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഡ്രൈ ഫ്രൂട്ട്സ്, മത്തി പോലെയുള്ള ഒമേഗ 3 അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ, പച്ചക്കറികളും പഴങ്ങളും, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ആഹാരം, അതുപോലെ തന്നെ ധാരാളം വെള്ളം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോക്ടറെ കാണേണ്ടതായിട്ട് വരും. അതേതാണെന്ന് നോക്കാം. അതായത് ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വീണ്ടും നമ്മുടെ പ്രശ്നം കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ സഹായം തേടണം. അതായത് ആ വിണ്ടു കീറിയ ഭാഗത്തു നിന്ന് രക്തം വരുന്നത്, കാൽഭാഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ കാണുകയാണെന്നുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമായി വരും. ഡ്രൈ സ്കിൻ കൊണ്ടോ അല്ലെങ്കിൽ വിണ്ടു കീറിയ കാൽപാദങ്ങൾ കൊണ്ടോ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഫലം കാണുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള സൗന്ദര്യ ചർച്ചകൾക്കും അല്ലെങ്കിൽ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.